بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും നിങ്ങളുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ വർത്തിക്കുക. പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. പിശുക്ക് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും തങ്ങൾക്ക് അല്ലാഹു തന്റെ ഔദാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചുവെക്കുകയും ചെയ്യുന്നവരാണവർ. ആ നന്ദികെട്ടവർക്ക് അപമാനകരമായ ശിക്ഷയാണ് നാം ഒരുക്കിവച്ചിരിക്കുന്നത്. اللهم أنت إلهنا اللهم لا تهلكنا بذنوبنا اللهم يا حبيبنا അഹദോന്റെ സ്തുതി ചൊല്ലി ഉണരുന്നു സുബ്ഹെന്നും റബ്ബിന്റെ റഹ്മത്തായൊഴുകുന്നു കാറ്റെങ്ങും. അഹദോന്റെ സ്തുതി ചൊല്ലി ഉണരുന്നു സുബ്ഹെന്നും റബ്ബിന്റെ റഹ്മത്തായൊഴുകുന്നു കാറ്റെങ്ങും. സലവാത്തിൽ മുഴുകുന്ന അലയാഴിത്തിരമേലെ താരങ്ങൾ ചൊല്ലുന്ന തക്ബീരിൻ ധ്വനിയല്ലേ അഹദോന്റെ സ്തുതി ചൊല്ലി ഉണരുന്നു സുബ്ഹെന്നും റബ്ബിന്റെ റഹ്മത്തായൊഴുകുന്നു കാറ്റെങ്ങും.
അർശിന്റെ നാഥന്റെ പൊരുൾ തേടി പോകുമ്പോൾ അഹദായ സമതായ നിന്നെ ഞാൻ അറിയുന്നു. നഫ്സിന്റെ വിളി കേട്ട് കാൽ തന്നെ വീഴുമ്പോൾ ഒളിയേകി തുണയേകി കനിയേണേ സുബ്ഹാനെ അല്ലാഹ് അഹദോന്റെ സ്തുതി ചൊല്ലി ഉണരുന്നു സുബ്ഹെന്നും റബ്ബിന്റെ റഹ്മത്തായൊഴുകുന്നു കാറ്റെങ്ങും. അഹദോന്റെ സ്തുതി ചൊല്ലി ഉണരുന്നു സുബ്ഹെന്നും റബ്ബിന്റെ റഹ്മത്തായൊഴുകുന്നു കാറ്റെങ്ങും. അഹദോന്റെ സ്തുതി ചൊല്ലി ഉണരുന്നു സുബ്ഹെന്നും റബ്ബിന്റെ റഹ്മത്തായൊഴുകുന്നു കാറ്റെങ്ങും. വരൂ, അപരിചിതത്വത്തിൻ്റെ മൂടുപടം ഒരിക്കൽ കൂടി നമുക്ക് വലിച്ചെറിയാം. അനൈക്യത്തെ ഐക്യമാക്കി രണ്ടെന്ന പദവും ദൂരീകരിക്കാം. വേരുകൾ തേടുക എന്നത് സാഹസമാണ് എന്നറിയാം. ചരിത്രപരമായ ഒരു അനിവാര്യതയ്ക്ക് മുമ്പിൽ സ്വയം തയ്യാറാവുകയായിരുന്നു. പിന്നിട്ട നൂറ്റാണ്ടുകളുടെ ദൈർഘ്യങ്ങളിലേക്ക് അന്വേഷണത്വരയോടുകൂടി തികച്ചും ഒരു സാഹസിക യാത്ര തന്നെയാണ് ചെയ്തത്. ചരിത്രത്തിൻ്റെ കടുത്ത ആവരണങ്ങൾ മുട്ടിപ്പൊളിച്ച് ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുമ്പോൾ നമ്മുടെ കുടുംബചരിത്രം നമ്മെ കൊണ്ടുപോകുന്നത് തികച്ചും വിസ്മയങ്ങളുടെ അജ്ഞാത ലോകത്തേക്കാണ്. അനന്തമായ ഗതകാല ചരിത്രത്തിൽ നിന്ന് കിട്ടിയ അനർഘമായ മുത്തും പവിഴവും തെല്ലും കലർപ്പില്ലാതെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ടിയിൽ തറവാട്ടിൽ ആഹ്ലാദത്തിൻ്റെയും നിർവൃതിയുടെയും ദിനമാണ്. കാരണം ചരിത്രമുറങ്ങുന്ന കണ്ടിയിലിൻ്റെ നടുമുറ്റത്ത് ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി നമ്മൾ ഒരുമിക്കുകയാണ്. പ്രോജ്വല ചരിത്രത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഇനി നമുക്ക് ഏറ്റുവാങ്ങാം. മുസ്തഫ മുഹമ്മദേ മുബശ്ശിരേ മുജീരരേ മുജ്തബായ മുർസൽ നബിയരേ മുർത്തല മുഅയ്യദേ മുമജ്ജദേ മുസമ്മിലേ മുർഷിദായ രാജ സയ്യിദേ മുർഷിദായ രാജ സയ്യിദേ അൽ അമീനു യാ അൽ ഹബീബു യാ അസ്സലാത്തു വസ്സലാമു യാ അസ്സലാത്തു വസ്സലാമു യാ അൽ അമീനു യാ അൽ ഹബീബു യാ അസ്സലാത്തു വസ്സലാമു യാ അസ്സലാത്തു വസ്സലാമു യാ മുസ്തഫ മുഹമ്മദേ മുബശ്ശിരേ മുജീരരേ
18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തൻ്റെടിയും സ്ഥിരോത്സാഹിയുമായ ഒരു ചെറുപ്പക്കാരൻ ചാത്തമംഗലം പഞ്ചായത്തിലെ കളൻതോട്ടിൽ വന്നു. നമ്മുടെ വല്യപ്പ അബ്ദുറഹിമാൻ. അന്നത്തെ പ്രമുഖരായ എടപ്പാട്ട് തറവാട്ടിലെ ജന്മിമാരിൽ നിന്ന് 150ഓളം ഏക്കർ ഭൂമി പതിച്ചു വാങ്ങി. അവിടെ നമ്മുടെ കണ്ടിയിൽ തറവാടിൻ്റെ ചരിത്രം ആരംഭിക്കുകയായിരുന്നു. മനക്കരുത്ത് ആയുധമാക്കിയ വല്യപ്പയുടെ അധ്വാനത്തിൽ വളക്കൂറുള്ള ആ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളികളിലൂടെ പുതുനാമ്പുകളും ഒപ്പം പ്രതീക്ഷകളും മുളച്ചു വന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മണ്ണിനെ സ്നേഹിച്ച ആ വലിയ മനുഷ്യൻ അറിയപ്പെടുന്നൊരു കർഷകനായി മാറി. വല്യപ്പയുടെ ജീവിതത്തിലേക്ക് ചെറുവാടിയിലെ പുതുപ്പിലാശ്ശേരി തറവാട്ടിലെ ഉമ്മയ്യ എന്ന പെൺകുട്ടി കടന്നു വന്നതോടെ കണ്ടിയിൽ കുടുംബത്തിന് അടിത്തറയായി. കണ്ടിയിൽ എന്ന പേരിന് അന്വർത്ഥമാക്കും വിധം കുണ്ടുകളും കുളങ്ങളും നിറഞ്ഞ പ്രദേശം. അവിടെ അബ്ദുറഹിമാൻ ഉമ്മയ്യ ദമ്പതിമാരിലൂടെ 8 സന്താനങ്ങൾ പിറന്നു. 5 ആൺമക്കളും 3 പെൺമക്കളും. അക്കാലത്ത് നാട്ടിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും തീർപ്പിന് ആളുകൾ വല്യപ്പയുടെ അടുത്തേക്കാണ് ആദ്യം എത്തിയിരുന്നത്. നാട്ടിൽ സർവ്വസമ്മതനായ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അഭയം തേടി വന്നവർ വെറും കൈയോടെ മടങ്ങിയ ചരിത്രമില്ലായിരുന്നു. കളൻതോട് വലിയ ജുമാഅത്ത് പള്ളിക്ക് വേണ്ട സ്ഥലം വഖഫ് ചെയ്തു വെച്ചത് അദ്ദേഹമായിരുന്നു. അക്കാലത്ത് താത്തൂർ, ചാത്തമംഗലം, ചോലയ്ക്കൽ പള്ളികളായിരുന്നു ജുമാക്കും ഇതര കാര്യങ്ങൾക്കും അവരുടെ ആശ്രയം. ഇത് മനസ്സിലാക്കി കളൻതോടിൽ ഒരു പള്ളി വേണമെന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിൻ്റെ ദീനി കാര്യത്തിലെ കണിശതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. വാഹന സൗകര്യങ്ങളും മറ്റു യാന്ത്രിക സൗകര്യങ്ങളും വികസിച്ചിട്ടില്ലാത്ത അക്കാലത്ത് കാൽനടയായി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച വിസ്മയ പ്രതിഭയായിരുന്നു കണ്ടിയിൽ അബ്ദുറഹിമാൻ ഹാജി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ചവരിൽ മലബാറിലെ മാപ്പിളമാർ എന്നും ഐതിഹാസിക നായകന്മാരാണ്. 921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ വാരിക്കുന്തവും നാടൻ തോക്കുമായി വെള്ളപ്പട്ടാളക്കാരുടെ മുമ്പിൽ പെരുമാറ് കാണിച്ച് വീരമൃത്യു വരിച്ച ആലി മുസ്ലിയാർ, വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദാജി, ലവക്കുട്ടി തുടങ്ങിയവർ ഇന്നും നമ്മുടെ മുമ്പിൽ ആവേശത്തിൻ്റെ അലകടൽ ഇണക്കുന്നവരാണ്. അവരുടെ കൂടെ ബ്രിട്ടീഷുകാരുടെ സർവാധിപത്യത്തിനെതിരെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിക്ക് വേണ്ടി ഉശിരോടെ പൊരുതിയ ഒരു വല്യപ്പ നമുക്കുണ്ടായിരുന്നു. അബ്ദുറഹിമാൻ ഹാജിയുടെ മൂത്ത മകൻ അഹമ്മദ് കുട്ടി ഹാജി. പല മഹാന്മാരുടെയും കൂടെയുള്ള ജയിൽ ജീവിതം അദ്ദേഹത്തിന് അക്ഷരജ്ഞാനം നേടിക്കൊടുത്തു. ജയിലിൽ നിന്നിറങ്ങുമ്പോൾ നാട്ടിൽ എഴുത്തും വായനയും അറിയാവുന്ന അപൂർവം ചിലരിൽ ഒരാളായി മാറി അദ്ദേഹം. ദീനീ ചിട്ടകളിൽ കണിശത പുലർത്തിയ ഹാജിയുടെ നേതൃത്വത്തിലാണ് കളൻതോട് മുടപ്പനയ്ക്കൽ ജുമാ മസ്ജിദിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അബ്ദുറഹിമാൻ ഹാജിയുടെ 2ാമത്തെ പുത്രനാണ് ബീരാൻകുട്ടി ഹാജി. കണ്ടിയിൽ എന്ന പേരിനൊപ്പം എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന മുഖമാണിത്. കാരണം തറവാട്ട് വീട്ടിൽ അവസാനം വരെ ജീവിച്ചത് ബീരാൻകുട്ടി ഹാജിയായിരുന്നു. കാർഷിക രംഗത്ത് നിന്ന് പ്രശസ്തനായ അദ്ദേഹം കച്ചവട മേഖലയിലേക്കും ശ്രദ്ധ വച്ചു. അക്കാലത്ത് കണ്ടിയിൽ സ്ഥാപിച്ച മരച്ചക്കിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണ വിപണന ശൃംഖല വളരെ വലുതും പ്രശസ്തവുമായിരുന്നു. കാർഷിക വിളകൾ ചാക്കുകളിൽ നിറച്ച് കാളവണ്ടിയിൽ കയറ്റി വിൽപ്പനയ്ക്കായി ചന്തസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു മടങ്ങുമ്പോൾ ഒഴിഞ്ഞ ചാക്കുകൾ നിറയെ ഓറഞ്ചും മീത്തപ്പഴവും അതുപോലെ കണ്ടിയിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഭക്ഷ്യവസ്തുക്കളും വാങ്ങിക്കൊണ്ടുവരികയും അതെല്ലാം കുട്ടികളെ വിളിച്ചു കൊടുക്കലും ബീരാൻകുട്ടി ഹാജിയുടെ പതിവുകളിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാത്സല്യപൂർവമായ പെരുമാറ്റവും കച്ചവട തന്ത്രങ്ങളുമെല്ലാം കണ്ടിയിൽ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും ഔന്നത്യത്തിനും അടിസ്ഥാന കാരണങ്ങളായി. അഹമ്മദ് കുട്ടി ഹാജിക്കും ബീരാൻകുട്ടി ഹാജിക്കും എല്ലാ കാര്യത്തിലും കരുത്ത് പകർന്ന വ്യക്തിയായിരുന്നു അനുജൻ ആലിക്കുട്ടി ഹാജി. കച്ചവട രംഗത്തും കാർഷിക രംഗത്തും നിപുണ വ്യക്തിത്വമുള്ള ആലിക്കുട്ടി ഹാജിയുടെ ഇഷ്ടമേഖല കന്നുകാലി കച്ചവടവും വളർത്തലുമായിരുന്നു. മനുഷ്യരെപ്പോലെ സ്നേഹിക്കപ്പെടേണ്ടവരാണ് മൃഗങ്ങളും എന്ന് വിശ്വസിച്ച് അവരെ സംരക്ഷിച്ചിരുന്നു അദ്ദേഹം. മരണം വരെ ദീനി പ്രവർത്തനങ്ങളിൽ മുഴുകിയ അദ്ദേഹം പണ്ഡിതന്മാരുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രത്യേകം താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു. കളൻതോട് വലിയ ജുമുഅത്ത് പള്ളി നിർമ്മാണത്തിനും ഇന്ന് കാണുന്ന മനോഹരമായ രീതിയിലുള്ള പുനർനിർമ്മാണത്തിനും
നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നത് പക്വമതിയായ ആലിക്കുട്ടി ഹാജിയുടെ വ്യക്തിപ്രഭാവത്തിന് തിളക്കം കൂട്ടുന്നു. 2006 ജനുവരി 23 തിങ്കളാഴ്ച രാത്രി 9:25 ആ മഹാനുഭാവൻ നമ്മോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതോടെ നമ്മുടെ എല്ലാമായിരുന്ന ഒരു തലമുറയുടെ വേർപാടും പൂർണ്ണമായി. അബ്ദുറഹിമാൻ ഹാജിയുടെ 4ാമത്തെ പുത്രനായിരുന്നു ഹസൻകുട്ടി ഹാജി. ജീവിതം ദീനിനും നാടിനും വേണ്ടി സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ ലോകം വീടും പള്ളിയുമായിരുന്നു. ജ്യേഷ്ഠന്മാരെ പോലെ തന്നെ കൃഷിയും മറ്റു കാര്യങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെയും പ്രവർത്തന മേഖല. ഏത് തിരക്കിലായിരുന്നാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ ബാങ്ക് വിളിക്കാൻ അദ്ദേഹം പള്ളിയിലെത്തിയിരുന്നു. പള്ളി നിർമ്മാണത്തിലും പരിപാലനത്തിലും നിസ്തുല്യമായ പങ്കുവഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വശ്യമായ സംസാരവും മാന്യമായ പെരുമാറ്റവും മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മഹനീയ സ്വഭാവ ഗുണങ്ങളായിരുന്നു ദീനീ കാര്യങ്ങളിൽ കണ്ടിയിൽ കുടുംബത്തിൻ്റെ അടിത്തറ. അബ്ദുറഹിമാൻ ഹാജിയുടെ പുത്രന്മാരിൽ ഏറ്റവും ഇളയ പുത്രനായ മുഹമ്മദ് ഹാജിയും ദീനീ കാര്യങ്ങളിൽ കണിശമായ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു. ആൺകുട്ടികളെല്ലാം തന്നെ പള്ളി ദർസിൽ പോയി മതവിദ്യാഭ്യാസം കരസ്ഥമാക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. കൃഷിയിലും മറ്റു കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം കണ്ടിയിൽ തറവാട്ടിലെ തിളക്കമാർന്ന ഏടായിരുന്നു. കണ്ടിയിൽ തറവാട്ടിലെ 5 വല്യപ്പന്മാരെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരായിരുന്നു 3 വല്യമ്മമാരും. തറവാട്ടിലെ ആദ്യ മഹതിയായിരുന്നു ബിച്ചിപ്പാത്തു. ഈസ്റ്റ് മലയമ്മയിലെ കണ്ടാരു തൊടികയിൽ കോയക്കുട്ടി ഹാജിയുമായുള്ള ദാമ്പത്യത്തിൽ പിറന്നത് 2 പെൺമക്കളായിരുന്നു. ചോലക്കുഴിയിൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹതിയുടെ കബറിടം നാഥ നീ പ്രകാശിപ്പിക്കണമേ. 2ാമത്തെ മഹതിയായിരുന്നു മറിയുമ്മ. അയ്യപ്പൻകാവിലെ ഹുസൈൻ എന്നവരായിരുന്നു ഭർത്താവ്. ഇവരുടെ ദാമ്പത്യത്തിൽ പിറന്നത് 5 ആൺമക്കളും 6 പെൺമക്കളുമായിരുന്നു. തറവാട്ടിലെ ഏറ്റവും ഇളയ മകളായിരുന്നു ആമിന ഉമ്മ. മണിമുണ്ടയിൽ അഹമ്മദ് കുട്ടിയുമായുള്ള വിവാഹത്തിൽ 5 ആൺമക്കളും 3 പെൺമക്കളും പിറന്നു. പരിശുദ്ധ ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പിനിടെ അസുഖം ബാധിച്ച് മരണപ്പെടുകയായിരുന്നു. റബ്ബേ, എല്ലാം കൊണ്ടും പരിശുദ്ധ ഹജ്ജിന് ഒരുങ്ങിയ ഞങ്ങളുടെ വല്യമ്മയ്ക്ക് ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലം നൽകണമേ. കണ്ടിയിലിൻ്റെ ഇന്നത്തെ പുരോഗതിക്കും ഔന്നത്യത്തിനും വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു 5 വല്യപ്പന്മാരെ പോലെ തന്നെ അവരുടെ ഭാര്യമാരും. അഹമ്മദ് കുട്ടി ഹാജിയുടെ ഭാര്യമാരായിരുന്ന പാത്തു, ആയിഷ, ബീരാൻകുട്ടി ഹാജിയുടെ ഭാര്യ ആയിഷുമ്മ, ആലിക്കുട്ടി ഹാജിയുടെ ഭാര്യമാരായിരുന്ന ബിച്ചിപ്പാത്തുമ്മ, ഉമ്മയ്യ ഹജ്ജുമ്മ എന്നിവർക്കു പുറമെ ഇന്നും നമ്മോടൊപ്പമുള്ള ഹസൻകുട്ടി ഹാജിയുടെ ഭാര്യ ഉണ്ണിപ്പാത്തുമ്മ, മുഹമ്മദ് ഹാജിയുടെ ഭാര്യ കുഞ്ഞാമിന ഹജ്ജുമ്മ. നാഥ, ഞങ്ങൾക്കിനിയും വെളിച്ചമേകാൻ ഇവർക്കിനിയും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണമേ. മേൽപ്പറഞ്ഞ വ്യക്തികളുടെ മഹനീയ ഗുണങ്ങൾ, വ്യക്തിവൈശിഷ്ട്യങ്ങൾ എല്ലാം പറയാൻ ഒരുപാടുണ്ട്. നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ അവർ വരച്ചുവെച്ച സ്ഥാനങ്ങൾ ഉന്നതിയിലാണ്. റബ്ബുൽ ആലമീൻ അവരെയും നമ്മെയും അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കണ്ടിയിലെ വല്യപ്പന്മാരെ പോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ച പ്രധാനികളെ നമുക്കിവിടെ അനുസ്മരിക്കാം. കണ്ടിയിൽ ബീരാൻകുട്ടി ഹാജിയുടെ മൂത്ത മകനായ അബ്ദുറഹിമാൻ കുട്ടി. ഇന്ന് കണ്ടിയിലിൻ്റെ വരുമാന മാർഗങ്ങളിലൊന്നായ വാഹനരംഗത്തേക്ക് ആദ്യമായി കാലെടുത്തു വെച്ചത് അദ്ദേഹമായിരുന്നു. കണ്ടിയിലിൻ്റെ മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമായിരുന്നു പിലാശ്ശേരി മുഹമ്മദ് ഖാൻ. കളന്തോട് വലിയ ജുമാഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണത്തിലും പള്ളി പരിപാലനത്തിലും നിസ്തുല്യമായ പങ്കുവഹിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു പ്രകാശഗോപുരമായിരുന്നു അഹമ്മദ് കുട്ടി മുസ്ലിയാർ. തൻ്റെ അഗാധമായ പാണ്ഡിത്യം കൊണ്ട് കുടുംബത്തിൻ്റെ യശസ് ഉയർത്താനും കുടുംബത്തിലെ എല്ലാവരെയും ദീനീ ചുറ്റുപാടിൽ നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം കുറച്ചുകാലം കളന്തോട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം കണ്ടിയിലിൻ്റെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ കണ്ടിയിലിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ച പൂതൻകുഴിയിൽ അബ്ദുള്ള ഹാജി, പുളിയുള്ള കണ്ടിയിൽ ആലിക്ക, പാണൻകണ്ടി മമ്മദ് കുട്ടി, ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഒരുപാട് പേരുണ്ട്. നാഥ, അവരുടെ ഖബറുകളെ നീ
സ്വർഗ പൂങ്കാവനമാക്കണമേ. മുൻഗാമികൾ തുടങ്ങിവെച്ച ഉൽപ്പാദന മേഖലയിൽ മാത്രം ഒതുങ്ങാതെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റു വിഭിന്ന കച്ചവട മേഖലയിലും കോറി വ്യവസായത്തിലും പിൻതലമുറ കഴിവ് തെളിയിച്ചു. മുൻഗാമികളുടെ മഹത്വം മനസ്സിലും പ്രവൃത്തിയിലും മുന്നിൽ വെച്ച് കാലചക്രത്തോടൊപ്പം വളർന്ന കണ്ടിയിൽ തലമുറ ഇന്ന് സംഗമിക്കുകയാണ്. അഭിമാനപൂർവം അവരിന്ന് പറയുന്നു, ഞാനും കണ്ടിയിലാണ്. കുടുംബം വളർന്നു പന്തലിച്ചപ്പോൾ പരസ്പരം അറിയാത്ത പുതുമുഖങ്ങൾ ഒരുപാട് പിറന്നു. ഇന്നിവിടെ ഒരുമിച്ച് കൂടുന്നത് ഭക്ഷണം കഴിച്ച് പ്രസംഗം കേൾക്കാനല്ല, കണ്ണു നിറയെ കാണാൻ, പരസ്പരം അറിയാൻ, സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ, എല്ലാറ്റിനുമുപരി ഒരു വലിയ കൂട്ടായ്മയ്ക്ക്. വെള്ളിയാഴ്ച ജുമായ്ക്ക് ശേഷം മേൽപ്പറഞ്ഞ പൂർവികരുടെ ഖബർ സിയാറത്തോടെ നമ്മൾ തുടങ്ങി. ഖബർസ്ഥാനിലെ ഓരോ ഖബറിന് മുന്നിലും ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായ വികാരമായിരുന്നു മനസ്സിൽ. മനം നിറഞ്ഞ ഇരവോടെ ദുആ ചെയ്യുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ ജീവിതമെന്ന പ്രവാഹം കവിഞ്ഞൊഴുകുന്നത് പോലെ തലമുറകൾ ഒഴുകിപ്പോകുന്നു. ആരും അവശേഷിക്കുന്നില്ല. ഓരോ മീസാൻ കല്ലും ഈ സത്യം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഉസ്താദ് മൊയ്തീൻകുട്ടി ബാക്കവിയുടെ നേതൃത്വത്തിൽ മൗലിദ് പാരായണവും നടന്നു. ഭക്ഷണകാര്യങ്ങൾ ഒരുക്കുന്നവരുടെ മുഖത്തും മറ്റ് അനുബന്ധ പണികളിൽ ഏർപ്പെടുന്നവരുടെ മുഖത്തും ഈ സംഗമത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന വികാരങ്ങളും സംതൃപ്തിയുമുണ്ട്.
ഉച്ചയ്ക്ക് 2 മണിക്ക് ബഹുമാനപ്പെട്ട കെ മുഹമ്മദ് ബാഖവിയുടെ ഇസ്ലാമിലെ കുടുംബിനി എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ് ശ്രദ്ധേയമായി. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله على آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. അധ്യക്ഷൻ കിലാശ്ശേരി അബ്ദുറഹ്മാനാച്ചി, മറ്റ് കണ്ടിയിൽ കുടുംബത്തിലെ കാരണന്മാരും ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാർ, ഇത് വല്ലാത്ത ഒരു അനുഭവമായി അല്ലാഹു തആല വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് ഈ സംഗമത്തെ എത്തിക്കുമാറാണ്. ഇത് വളരെ 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 നന്നായി എന്ന് ഒന്നിച്ച് നാം പറയുന്ന ഒരവസ്ഥയില്ല. ആ രൂപത്തിൽ വളരെ സ്നേഹത്തോടെയുള്ള ഒരു സംഗമമായി അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഈ ഒത്തുചേരലിൻ്റെ പ്രതിഫലം മഹാന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിൽ, അവരുടെ ബർസഖിയായ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അദാബുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ തുറക്ക് മരണപ്പെട്ട കണ്ടിയിൽ അലിക്കുട്ടി ഹാജി ഭാര്യ അതുവരെയുള്ള ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആ സംരക്ഷണത്തിൽ നിന്ന് വീട്ടിൽ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചതിൻ്റെ ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സായ സമയത്ത് ആമിന ബീവി റസൂലുള്ളാഹിനെ മദീനയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ മദീനയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് അബവാ എന്ന സ്ഥലത്ത്, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ആമിന ബീവിക്ക് രോഗം പിടിപെടുന്നതും ആമിന ബീവി അവിടെ വെച്ച് മരിക്കുന്നതും. ഇതെന്തിനായിരുന്നു? ആമിന ബീവിയെ കൈയും പിടിച്ചു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അമ്മാവന്മാരെ കാണാൻ വേണ്ടിയായിരുന്നു എന്ന. അമ്മാവന്മാരല്ല, അവർ മദീനത്തില്ല. റസൂലുള്ളാഹിന്റെ പിതാവ് അബ്ദുള്ള എന്നവരായിരുന്നു. അബ്ദുള്ള എന്നവരുടെ അമ്മാവന്മാരും മദീനത്തില്ല. പൂളപ്പേറിയും രാവിലെ കോൽപ്പേറി, എന്നിട്ട് പൂള നേരെ മുറിച്ചിട്ടത്, 10 മണിയാകുമ്പം അതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ടത്, ഉച്ചക്ക് അതിൻ്റെ പേരി, രാത്രിയാണെങ്കിൽ പേരിയിൽക്ക് ചോറിട്ട്, ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. ചോറിൽക്ക് പേരിയല്ല, പേരിൽക്ക് ചോറിട്ടല്ലേ കഞ്ഞി. ഈ അവസ്ഥ ഉള്ള കാലഘട്ടത്തിൽ കൂട്ടത്തിൽ കുടുംബത്തിൽ കുറച്ച് കഴിവുള്ള ചോറൊക്കെ വെക്കുന്ന വീടുണ്ടെങ്കിൽ അങ്ങോട്ട് വിരുന്ന് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അത് മാറ്റം വന്നു പോയി. ഇന്നതിനൊക്കെ മാറ്റം വന്നു പോയി. ഇതിൻ്റെയും മുമ്പുള്ള ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കി. 2 ഒന്നുണ്ടാവും. 2 വസ്ത്രമുള്ള ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലില്ലായിരുന്നു. ഇമ്മ ഇസാറുൻ വ ഇമ്മ കിസാവുൻ, ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകും, ഈ ഒരു വസ്ത്രം കൊണ്ട് എങ്ങനെ നിങ്ങൾ ജീവിച്ചു? അബൂ ഹുറൈറ റളിയല്ലാഹു തആല തന്നെ പറയുന്നു, ഞങ്ങൾ അത് ഇങ്ങനെ കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ 2 തലയെടുത്ത് കഴുത്ത് കെട്ടും. അപ്പൊ തുണി ഉടുക്കലുമായി, അത് ഷർട്ട് ഇടലുമായി. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വയനാട്ടിൽ പോയവർക്കറിയാം. വയനാട്ടിലെ ആദിവാസികൾ കെട്ടുന്ന അതേ കെട്ട്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. നമ്മൾ തർളിയത്ത് ചൊല്ലുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെയും നമ്മുടെ നേതാവ് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും നമ്മുടെ നേതാവ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ വസ്ത്രമാണ്, വേഷമാണ് ഈ പറഞ്ഞത്. അവര് ഒന്ന് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എത്ര ജോഡി വസ്ത്രമുണ്ട് എന്ന് വെച്ചു. എത്ര ജോഡി വസ്ത്രമുണ്ട് നിങ്ങൾക്ക്? ആരും ഒന്നും ഉണ്ടെന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങളുടെ വസ്ത്രത്തിന്റെ എണ്ണം അറിയുന്ന കുട്ടികളൊന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നിങ്ങൾ ധരിക്കുന്ന, നിങ്ങൾക്ക് എത്ര ജോഡി വസ്ത്രമുണ്ട് എന്ന് കണക്കറിയുന്ന കുട്ടികളൊന്ന് എഴുന്നേറ്റ് നിൽക്കിയെന്ന് പറഞ്ഞു. നോക്കണം നിങ്ങൾ, നമ്മൾ അടുത്ത തൊട്ട തലമുറ. ഇപ്പൊ ഞാൻ എൻ്റെ അനുഭവത്തിൽ 2 ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട്.
വെള്ളിയാഴ്ച രാവിലെ ആ തോർത്തുമുണ്ട് ഉടുത്ത് ആദ്യം ദാരിദ്ര്യത്തെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ ഇതുവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമൊക്കെ നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ്. നമ്മൾ നൽകുമാറാവട്ടെ. അവർക്കും ഇങ്ങനെ അവരെ അനുസ്മരിക്കുന്ന, അവരെ ഓർക്കുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു തലമുറയെ അവർക്കും അല്ലാഹു തആല അവർക്ക് നൽകുമാറാവട്ടെ. പിന്നീട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മെ അനുസ്മരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ ഏതാണ്ട് 10-60 വർഷം മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ മഹാന്മാരായ പൂർവീകരായ ആളുകളെയാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അവരുടെ പ്രയാസങ്ങളും മറ്റും കൂടുതലായി ഞാൻ ചില്ലറ കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ശൈലിയിൽ, ഭാഷയിൽ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു കുടുംബമായത്? നമ്മൾ എങ്ങനെയാണ്? ഞാൻ യഥാർത്ഥത്തിൽ കണ്ടിയിലെ കുടുംബ സംഗമത്തിൽ ഒരു കുടുംബം ഒരംഗം നിലക്കുന്ന നിലയിൽ എന്നെ ക്ഷണിക്കപ്പെടാനുണ്ടായ കാരണം അതിന്റെ പിന്നിലുള്ളത് എന്താ? കേവലം ഒരു കരാർ, ഒരൊറ്റ കരാർ അല്ലേ? ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇതാ ബന്ധം. ഒരു കരാറിൽ ഒപ്പ് പറഞ്ഞാൽ കുടുംബങ്ങളുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞു. എന്ന് റസൂൽ ഇങ്ങനെ നോക്കി, ആരെങ്കിലും പോകുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി എന്ന് ഈ സഹോദരനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. ഞാനിവിടെ വളരെ അടിവരയിട്ട് പറയുന്നത്, കുടുംബസംഘമൊക്കെ സംഘടിപ്പിച്ചു, വളരെ നല്ലത് തന്നെ. പക്ഷേ പല വീടുകളിലും കണ്ടിയിൽ കുടുംബത്തെ എനിക്ക് ആ നിലയിൽ വിലയിരുത്താനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ ഒന്നും അധികാരമില്ല, എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബവുമായും ഒരു ദിവസത്തിൽ കൂടുതൽ അവനൊന്നും ഭയപ്പെടാനില്ല. എന്റെ കുടുംബം, എന്റെ പൊരന്റെ കാര്യം എനിക്ക് നോക്കണ്ട. ആരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നീ നിന്റെ ജീവിത പ്രാരാബ്ധങ്ങളുമായി നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ സഹധർമ്മിണിയുടെ ഒരു നോട്ടം കൊണ്ട് നിന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ഇതാണ് ഒരു വരനെ സംബന്ധിച്ചിടത്തോളം. ആ വരൻ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് തന്റെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാൻ. വൈകുന്നേരം നൗഷാദ് അരീക്കോടിന്റെ വ്യക്തി, കുടുംബം, സമൂഹം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വിചിന്തനവും നടന്നു. സംഗമത്തിന്റെ സാരഥികള്, ഈ സെഷനിൽ അധ്യക്ഷം വഹിക്കുന്ന കുഞ്ഞാലി ഹാജി സാഹിബ്, എനിക്കിവിടെ സ്വാഗതം ആശംസിച്ച കണ്ടീൽ കരീം സാഹിബ്, ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞ്, മുഹമ്മദ് ഉട്ടി, മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികൾ, ആദ്യമായിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയുള്ള ഒരു സുദീർഘമായ ഒരു ക്ലാസ് കഴിഞ്ഞ് ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ക്ലാസ് നൽകാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മാത്രമല്ല, നിങ്ങളുടെ ഈ കുടുംബ സംഗമത്തിന്റെ അവസാന സെഷനാണ്. ഒരുപക്ഷെ നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് എന്റെ പ്രസംഗം കേൾക്കാനല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരുപാട് ബന്ധുക്കളെ കണ്ടുമുട്ടാനോ, ഞാൻ ഈ സദസ്സിൽ ഒരുപാട് കുടുംബനികളെ കാണുന്നുണ്ട്, കുടുംബ കാരണവന്മാരെ കാണുന്നുണ്ട്. പക്ഷെ വളരെ സജീവമാവേണ്ട ചെറുപ്പക്കാര് ഒരുപക്ഷെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലായിരിക്കാം. അവരും ഉണ്ട് ഇവിടെ. സാമാന്യം നല്ല ഒരു
കുടുംബ സംഗമം നടത്തുന്ന ഒരു സംഘാടനം കൂടിയാണ് ഞാൻ. എന്റെ നാട്ടില് എന്റെ കുടുംബം ഏതാണ്ട് ഇത്രയൊന്നുമില്ല, ഇതിന്റെ ഒരു 1/3 ഭാഗം വരുന്ന ഒരു 200ഓളം മാത്രം അംഗങ്ങളുള്ള ഒരു കുടുംബ സംഗമം നടത്തുന്ന ഒരു വ്യക്തിയാണ്. വളരെ കാര്യങ്ങൾ ഈ കുടുംബ സംഗമത്തിലൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബാംഗങ്ങളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ കുട്ടി മുതൽ പ്രായം ചെന്നവർക്ക് പോലും പരസ്പരം മനസ്സിലാക്കുന്നു എന്നുള്ളത്. ഈ കാലഘട്ടത്തില് ഏറ്റവും അപകടകരമായ വസ്തുത തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. ആർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബന്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു. ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു. വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ അപകടകരമായ അവസ്ഥയിൽ. ഒരുപക്ഷെ ഇവിടെ ഇതിന്റെ സംഘാടകര് പറഞ്ഞ് വ്യക്തി, കുടുംബം, സമൂഹം എന്നുള്ളത് എന്റെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിയാണ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സംശയമില്ല. അത് നമ്മുടെയൊക്കെ മക്കളുടെ സ്വഭാവം എവിടെ രൂപം കൊള്ളുന്നു? തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കുടുംബത്തിലാണ് രൂപം കൊള്ളുന്നത്. ഒരിക്കലും വലിയൊരു സദസ്സില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു ഉമ്മ എന്നോട് ചോദിച്ചു, സാർ, ഒരു കുട്ടിയുടെ വളർച്ചയില് ഒരു രക്ഷിതാവിന് ഏത് പ്രായത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കുട്ടിയുടെ വളർച്ചയില് ഒരു രക്ഷിതാവ് ഏത് പ്രായം തൊട്ടാണ് ശ്രദ്ധിക്കേണ്ടത്? എന്നോട് ചോദിച്ച ചോദ്യം. അപ്പൊ ഞാൻ ആ ചോദ്യം തിരിച്ചാ അമ്മയോട് തന്നെ ചോദിച്ചു. അല്ല ഉമ്മ, നിങ്ങൾ പറയാം, ഏത് പ്രായത്തിലാണ് ഒരു കുട്ടിയുടെ വളർച്ചയില് ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ഉമ്മ പറഞ്ഞു, കുട്ടി ജനിച്ച ഉടനെ തന്നെ ശ്രദ്ധിക്കേണ്ടതല്ലേ? പ്രസവിച്ച് വീണ കുട്ടിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പ്രസവത്തിന്റെ 1-ാമത്തെ ദിവസം മുതൽ തന്നെ ഉമ്മയും ഉപ്പയും കുട്ടിയുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? മറ്റൊരു ഉമ്മ എണീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയൊന്നും നേരത്തെ ഒന്നും കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ട, 5-ാമത്തെ വയസ്സിലൊക്കെ മതി എന്ന് പറഞ്ഞു. കുട്ടിക്കൊരു 5 വയസ്സാകുമ്പോഴേക്കും ഉമ്മ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ വേറൊരു പെണ്ണ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അതും വേണമെന്നില്ല, കുട്ടിയൊക്കെ സ്കൂളിൽ ചേർത്താനാകുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത്. ഞാന് ആ ഉമ്മയോട് ഇസ്ലാമിന്റെ ഇക്കാര്യത്തിലുള്ള വീക്ഷണം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ്? ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഒരു രക്ഷിതാവിന്റെ ശ്രദ്ധ ഏത് പ്രായത്തിൽ വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്? ഞാൻ പറഞ്ഞു, കല്യാണത്തിന്റെ നമ്മുടെ ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ, കല്യാണത്തിലെ നമ്മുടെ ആദ്യത്തെ രാത്രി ഉണ്ടല്ലോ, അന്ന് തൊട്ട് കുട്ടിയുടെ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് മക്കളില്ലല്ലോ നമുക്ക് അന്നൊന്നും. കല്യാണത്തിന്റെ 1-ാമത്തെ ദിവസം നമുക്ക് എവിടെയാ മക്കള്? ഇസ്ലാമിന്റെ ശിക്ഷണം അവിടെയാണ്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന 1-ാമത്തെ ദിവസം ബിസ്മി ചൊല്ലിയിട്ട് പ്രാർത്ഥനകളോടുകൂടിയാണോ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്? എങ്കിൽ നമുക്ക് പിറക്കാൻ പോകുന്ന മക്കളെ കുറിച്ച് നമുക്ക് ആശങ്ക വേണ്ട. പക്ഷെ ഈ തലമുറയിലെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുതിർന്ന തലമുറ ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ താല്പര്യമുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധ വെച്ച് പുലർത്തിയ ആളുകളായിരിക്കാം. പുതിയ തലമുറയിലൊക്കെ ഇക്കാര്യത്തിൽ വളരെ പിറകിലാണ്. ചെയ്യുന്നത് മുഴുവൻ തന്നെ അവര് തലമുറകളോട് ചെയ്യുന്ന ദ്രോഹങ്ങളാണ്. കല്യാണത്തിന്റെ ആദ്യത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദമ്പതിമാരുടെ എണ്ണം കുറവാണ് നമ്മുടെ കൂട്ടത്തില്. നേരമില്ല അതിനൊന്നും, ധൃതിയാ കാര്യങ്ങൾക്കൊക്കെ. അവിടെ മുതൽ നമുക്ക് പിഴക്കുന്നത്. കുട്ടി ജനിക്കുന്ന സമയത്ത്, കുട്ടി ജനിച്ചാൽ നമ്മുടെയൊക്കെ കാരണവന്മാർ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. കുട്ടി ജനിച്ചു കഴിഞ്ഞാല് കുട്ടിയെ വീട്ടിലെ കാരണവന്മാര് മടിയിലിരുത്തിയിട്ട് കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിച്ചു കൊടുക്കും. എന്തിനാ ഇത്? എന്തിനാ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിച്ചു കൊടുക്കുന്നത്? നാട്ടിൽ ഇഷ്ടം പോലെ ബാങ്ക് വേറെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഈ കുട്ടിയുടെ ചെവി ബാങ്ക് കൊടുക്കുന്നത്? ഒന്നുമല്ല, കുട്ടി തീർച്ചയായിട്ടും ഏറ്റവും നല്ല വാക്കുകൾ കേട്ടിട്ടായിരിക്കണം ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ്. ഇന്ന് എത്ര കുട്ടികൾക്കാണ് ഈ ബാങ്ക് കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് കയറി വരുന്ന കുട്ടികളുള്ളത്? ഏതെങ്കിലും കുട്ടികൾ ബാങ്കിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം പ്രസവിച്ചു കഴിഞ്ഞാൽ നേരെ തന്നെ കൊണ്ടുവരുന്നത് ആ TV ഇട്ട മുറിക്കാ കൊണ്ടുവരിക. TV-യിൽ കാണുന്ന പേക്കൂത്ത് എന്താ വെച്ചാൽ അതായിരിക്കും കുട്ടി കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം. അതിൽ കാണുന്ന സിനിമാ പരിപാടികളായിരിക്കും കുട്ടി കാണുന്ന ആദ്യത്തെ കാഴ്ച.
പിന്നെ എങ്ങനെയാ നമ്മുടെ മക്കള് ടിവിയുടെ മുമ്പ് നിന്ന് പോരുക? അവര് കണ്ട ലോകത്തിൽ ആദ്യത്തെ കാഴ്ച ടിവിയാണ്. ഞാനും നിങ്ങളൊന്നും കണ്ടതല്ല അത്. അവർ കേൾക്കേണ്ട ശബ്ദം, ആദ്യത്തെ ശബ്ദം ബാങ്കല്ല. അവർ കേട്ട ശബ്ദം ബാങ്കല്ല. ഏതെങ്കിലും സിനിമയുടെ ജാസി ഗിഫ്റ്റിന്റെ വളരെ വികലമായ തെറിവിളിയായിരിക്കും ആ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടാവുക. അവിടെ തൊട്ട് തുടങ്ങുന്നു. അവിടെ തൊട്ട് നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ നമ്മൾ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഉമ്മ എന്നോട് പറഞ്ഞു കേട്ടോ, അല്ല മാറ്റി നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒന്നും അല്ല സംഭവം. എന്താ ഈ മക്കളൊക്കെ വളർത്തിക്കൊണ്ടുപോകുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇനിയിപ്പോ എന്താ വേണ്ട, ഈ 5ാമത്തെ വയസ്സിലൊക്കെ മക്കളെ കിട്ടിയ വലിയ കാര്യമാണ്. എന്നാ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടല്ലോ എന്നുള്ളത്. മക്കളെ വളർത്താൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ അധികരിക്കുന്ന ഒരു കാലഘട്ടം. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി മതി എന്നുള്ളത്. ഒരു കുട്ടിയാവും 2ാമത്തെ കുട്ടിനൊക്കെ വളർത്തിണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കഴിയൂലട്ടോ എന്ന് പറയുന്നോടത്ത് ഇന്നത്തെ ചെറുപ്പക്കാരികൾ എത്തി. ഞാൻ നോക്കുക, ഈ തലമുറയിലെ ആളുകളുടെ എണ്ണവും ഈ തലമുറയിലെ മക്കളുടെ എണ്ണമൊക്കെ പക്ഷെ ഇത്തിരിയും കൂടെ ഞാൻ കുറച്ചും കൂടെ ഉയർന്നിട്ടാണ് കേട്ടോ. എന്റെ വല്യപ്പാക്ക് 11 മക്കളാ. എന്റെ വല്യപ്പാക്ക് 11 മക്കളാ. 13 ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 13 ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഇടയ്ക്ക് മരിച്ചു പോയതാന്നാ പറയുന്നത്. ഏതായാലും 11 മക്കളുണ്ടായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും ഒന്നിൽ കൂടുതലിനെ കുറിച്ച് ആലോചിക്കാനേ തയ്യാറല്ല. എന്ത് പ്രയാസമാണ്. മക്കളെ സ്കൂളിൽ ചേർത്തണം, മക്കളെ പിന്നെ നഴ്സറി ചേർത്തണം, കോളേജിൽ ചേർത്തണം, അവർക്ക് ബസ്, അവർക്ക് യൂണിഫോം, അവരൊക്കെ വളർത്തിണ്ടാക്കാനുള്ള പ്രയാസം. ഇങ്ങനെ പറയാം. മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കൾ കൂടി വരുന്നു. ഞാൻ ആ രക്ഷിതാക്കളോടൊക്കെ പറയാറുണ്ട്, മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടിയതുകൊണ്ട് കാര്യമില്ല, ബുദ്ധി കൊണ്ട് മുട്ടുക വേണ്ടത്. ബുദ്ധിമുട്ടുകയല്ല, ബുദ്ധി കൊണ്ടാണ് മുട്ടേണ്ടത്. ഈ തലമുറയിലെ മക്കളെ വളർത്താൻ ബുദ്ധി കൊണ്ട് മുട്ടുക വേണ്ടത്, അല്ലാതെ ബുദ്ധിമുട്ടിയതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത്. എവിടെ മക്കളുമായിട്ട് നമ്മൾ അടുക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും മക്കളെ നമ്മൾ വികലമായ പാഠങ്ങളാ പഠിപ്പിക്കുന്നത്. ചെറുപ്പത്തില് ഉമ്മയുടെ ഒക്കത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നൊരു ഓർമ്മയുണ്ട്. ഉമ്മയുടെ ഒക്കത്തിരുന്ന് ഭക്ഷണം, ഒരു കയ്യില് എന്നെ എങ്ങോട്ട് കോരിയെടുത്ത് ആ കയ്യിൽ തന്നെ ഒരു ചോറ്റുപാത്രത്തില് കറിയൊന്നുമില്ല, എന്നാലും കുറച്ച് വെന്ത ചോറും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ് തരാറുണ്ട് വൈകുന്നേരം, ഉച്ചക്കും രാവിലെയൊക്കെ ആയിട്ട് ഉമ്മ. എന്ത് രസമാണെന്നറിയാം ആ ചോറിന്. എന്തൊരു ആ താല്പര്യത്തോടു കൂടിയായിരുന്നു നമ്മളൊക്കെ ആ ചോറ് കഴിച്ചിരുന്നത്. ആലോചിച്ച് നോക്കൂ. ഉമ്മയുടെ ഒക്കത്തിരുന്ന് കഴിച്ചിരുന്ന ആ ഊണിന് ഒരു കാലത്തും ഇല്ലാത്ത മധുരം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഇടയ്ക്ക് ഉമ്മനെ കാണാൻ വേണ്ടി തറവാട്ട് പോകുമ്പോ ഇടയ്ക്കെങ്കിലും പേരക്കുട്ടികൾക്ക് വാരിക്കൊടുക്കുമ്പോൾ അറിയാതെ ഉമ്മയുടെ മുമ്പിൽ വായും പൊളിച്ചിരിക്കാൻ തോന്നാറുണ്ട്. എന്തിനാണ്? ഉമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ മധുരത്തിന്റെ സൗന്ദര്യവും അതിന്റെ ആസ്വാദ്യതയും ഒരിക്കലും ഭാര്യ വെച്ച് വിളമ്പുന്ന ഭക്ഷണത്തിന് ഇല്ല കേട്ടോ, സത്യാത്. പക്ഷെ ഇന്നത്തെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ല. ഇന്നത്തെ മക്കൾക്ക് ഒക്കത്തിരുന്ന് ചോറ് കൊടുക്കുന്ന ഉമ്മമാരുടെ എണ്ണം കുറഞ്ഞു പോയി. ഇന്ന് 4 വയസ്സ് 2 വയസ്സാകുമ്പോഴൊക്കെ തന്നെ ഒരു സ്റ്റൂൾ ഇട്ട് കൊടുക്കും, ഒരു മേശന്റെ അടുത്ത് കൊടുക്കും, പാത്രത്തിൽ ചോറുന്ന് സ്വയം കുട്ടികൾ ഒറ്റയ്ക്ക് ചോറ് നടന്ന മിടുക്കി കുട്ടിയാ. കുട്ടിയെ കുറിച്ച് പറയാ ഉമ്മ, എന്താ മിടുക്കിയ, ഓൾ ഒറ്റയ്ക്ക് ചോറ് കഴിച്ചോളൂ, ഓൾ ഒറ്റയ്ക്ക് ചോറ് കഴിച്ചോളൂ. മടിയിലൊന്നും ഇരുത്തി ചോറ് വെക്കണം. ഉമ്മമാരുടെ എണ്ണം കുറഞ്ഞേ. എങ്ങനെയാ മടിയിലൊക്കെ ഇരുത്തുക മക്കളെ? 5000 റുപ്യന്റെ സാരി അടുത്ത് വന്നത്, അതൊക്കെ മടിയിലിരുത്തി മക്കളെ എങ്ങനെയാ ചോറ് കൊടുക്കാന്ന്. അതുകൊണ്ട് മക്കള് വേറെ കസാര ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ചോറ് കഴിച്ചോട്ടെ എന്നാ. ഈ ഒരു അവസ്ഥയിലേക്ക് മക്കൾക്ക് മടിത്തട്ട് നിഷേധിക്കപ്പെടുന്ന അമ്മമാരും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാം? ഉമ്മാന്റെ മടിയിൽ കയറിയിരിക്കുക എന്നുള്ള. ഉമ്മാന്റെ മടിത്തട്ടിൽ കയറിയിരിക്കുക എന്നുള്ളത് മകന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമാണ്. ഓടി വന്നിട്ട് ആ പത്തായത്തിന്റെ മുകളിൽ ഇരിക്കണ അല്ലെങ്കിൽ അവിടെ കയറിയിരിക്കുന്ന ഉമ്മാന്റെ മടിയിലേക്ക് തല വെച്ചു കൊടുത്ത് ഉമ്മയുണ്ട് ആ തലയിൽ ഇങ്ങനെ ഒരു മസാജ് ചെയ്യലുണ്ട്. തലന്റെ മുടിയിലൂടെ ഇങ്ങനെ കൈയിട്ട് കൊടുക്കുന്ന ഒരു കോതിത്തരുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇത്ര രസമാണെന്നറിയത്. ആ ഉമ്മയിലേക്കുള്ള ഒരു മടക്കം ഇന്നത്തെ തലമുറയിലെ മക്കൾക്കൊക്കെ നഷ്ടപ്പെട്ടു വരുന്നു. അതാണ് മക്കളെ നമ്മൾ പറയുന്നുണ്ട്, മനഃശാസ്ത്രത്തിൽ പറയുന്നു, നിങ്ങളുടെ കുപ്പായത്തിന്റെ 3ാമത്തെ കുടുക്കിന്റെ അല്ലെ 3ാമത്തെ കുടുക്കിന്റെ പിറകിൽ ഒരു തുടിക്കുന്ന സാധനമുണ്ട്. അത് നിങ്ങളുടെ ഹൃദയമാണ്. അത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം മക്കൾ കാണണമെന്ന ഏത് ഉമ്മയാ മക്കൾക്ക് ഹൃദയം കാണിച്ചു കൊടുക്കുന്ന ഈ തലമുറയിൽ? മക്കൾക്ക് ഹൃദയം അല്ലെങ്കിൽ ഉമ്മയുടെ ഹൃദയം കണ്ട മക്കൾ ഇല്ലാതെയാവുന്നു.
എങ്ങനെയാ മക്കൾക്ക് ഹൃദയം കാണിച്ചു കൊടുക്കുക? സ്നേഹം എന്നുള്ളത് മക്കൾക്ക് വിളമ്പി കൊടുക്കാൻ കഴിയണം. സ്നേഹം എന്നുള്ളത് മക്കളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. എന്തുകൊണ്ട് മക്കൾ പിന്നോക്കമാവുമെന്നറിയോ നമ്മള്? എന്തുകൊണ്ടാ കുട്ടി സ്കൂളിൽ മോശമാവുന്നത്? പഠിക്കാൻ പാഠപുസ്തകം ഇല്ലാഞ്ഞിട്ടോ മണ്ടിയായിട്ടൊന്നുമല്ല. ഒരു കുട്ടിയും മണ്ടനോ മണ്ടിയോ ഒന്നുമല്ല. പിന്നെ വീട്ടിനകത്ത് ആ കുട്ടിക്ക് സ്നേഹം എന്ന് പറയുന്നത് വേണ്ടവോളം കൊടുക്കാൻ കഴിയുന്ന വാപ്പയും ഉമ്മയും ആ സ്നേഹം കൊടുക്കാത്തോണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ പിറകിലായി പോകുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്, ഇതിനകത്തൂടെ പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. കാരണം വാപ്പാക്കും ഉമ്മാക്കും മക്കളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ തല്ല് കിട്ടും, എനിക്കറിയാം. പ്രത്യേകിച്ച് കണ്ടിയിൽ കുടുംബത്തിൽ നിന്ന് തല്ല് കിട്ടും. കാരണം വല്ലാത്ത സ്നേഹമാണ് ഞാനിവിടെ കണ്ടതൊക്കെ. ഒരുപാട് മരിച്ചുപോയ വല്യമ്മാനെയും വല്യാപ്പാനെയും പറ്റിയൊക്കെ ഈ പറയുന്നത് കേട്ടപ്പോ അല്പമൊക്കെ ഒരു അസൂയയും കുശുമ്പും ഒക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു വല്യാപ്പയും വല്യമ്മയും ഒക്കെ ഉണ്ടോന്നുണ്ട്. പക്ഷെ ഈ തലമുറക്ക് അങ്ങനെ ഓർത്തു വെക്കാൻ ഒരു വല്യാപ്പയും വല്യമ്മയുമാണോ നമ്മളെന്നുള്ളതൊന്ന് ആലോചിച്ചു. മക്കൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹം ഇല്ലാന്നല്ല കേട്ടോ, സ്നേഹം കൊടുത്തിട്ടുണ്ടോ? ആ കൊടുത്ത സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് മക്കൾ അറിഞ്ഞിട്ടുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കുക. സ്നേഹം കൊടുക്കുന്നില്ല, നമ്മള് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു സാധനമല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിൽ പൂട്ടിവെച്ച് അല്ലെങ്കിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ള ഒന്നല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാ. മക്കളെ വിളിച്ചിട്ട് ഏതെങ്കിലും ഉമ്മ പറഞ്ഞിട്ടുണ്ടോ അവന്റെ മുതുകത്ത് കയ്യില് അല്ലെങ്കിൽ തലയിലൊന്ന് തലോടി നന്നായിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയാറില്ല നമ്മള്. അതൊക്കെ ഹൃദയത്തിൽ വെക്കുന്ന ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പറയാറുണ്ട്, പലപ്പോഴും സ്കൂളിലൊക്കെ ചെന്ന് രക്ഷിതാക്കളുമായിട്ട് അമ്മമാരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ രക്ഷിതാക്കളെ ചോദിക്കാറുണ്ട് എന്നോട്, അല്ല മാഷേ, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒന്ന് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാ എന്റെ വീട്ടിലൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പാഠപുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 3-4 സെറ്റൊക്കെ മേടിച്ചു. മൻസൂർ ടിയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടന്നു. ഇന്ന് പുലരാൻ കാത്തിരുന്നത് പോലെയായിരുന്നു സംഗമസ്ഥലത്തേക്ക് ഓരോരുത്തരും കടന്നു വന്നത്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം, നിർവൃതി, അഭിമാനം ഇവയെല്ലാം തുടിച്ചിരുന്നു. കുറേ കാലത്തിന് ശേഷം കാണുന്നവരുടെ സുഖമുള്ള പരാതികൾ, പരിഭവങ്ങൾ, പരസ്പരം അറിയാനും അറിയിക്കുവാനുമുള്ള തിടുക്കങ്ങൾ, കൊച്ചു കൊച്ചു കുസൃതികൾ. കുട്ടികൾ ഉത്സവത്തിമിർപ്പിലെന്ന പോലെ ഉല്ലാസഭരിതരായിരുന്നു.
സദസ്സിൽ നമ്മുടെ തറവാട്ടുകാർ, സ്റ്റേജിൽ കാരണവന്മാർ, ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമിയുടെ സാന്നിധ്യം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കണ്ടിയിലെ കാരണവന്മാരെ, സ്നേഹം നിറഞ്ഞ അമ്മമാരെ, സഹോദരിമാരെ, പിഞ്ചുകുട്ടികളെ, തീർത്തും സന്തോഷകരമായ ഒരു നിമിഷം തന്നെ. നമ്മുടെ ഈ സംഗമത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വളരെ സമ്പന്നമായ ഒരു കുടുംബ ചരിത്രം നമുക്കുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ എല്ലാം പിതാവായ കണ്ടിയിൽ അബ്ദുറഹിമാൻ കുട്ടി ഹാജി, അവരുടെ നാമധേയത്തിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അബ്ദുറഹിമാൻ കുട്ടി ഹാജി ഈ കണ്ടിയിൽ പ്രദേശത്തേക്ക് വരികയും ചെറുപാടി മണിയായി വരികയും അങ്ങനെ അവരിൽ 5 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായി. അവരുടെ സന്താനങ്ങളാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഷ്ടപ്പാടുമൊക്കെ നിറഞ്ഞിരുന്ന കാലത്ത് ഈ കണ്ടീലിന്റെ മണ്ണിൽ അദ്ദേഹത്തിന്റെ വിയർപ്പ് തുള്ളികൾ പിന്നിണപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് ചിറകുകളോ. അങ്ങനെ പ്ലാവുകൾ നിറഞ്ഞ പിലാശ്ശേരിയും പുലിമരങ്ങൾ നിറഞ്ഞ കണ്ടിയിലും ചരിത്രത്തിന്റെ ഒരുപാട് ശകലങ്ങൾ അവശേഷിക്കുന്ന പുല്ലുമൂടയും എല്ലാം ഒരു കുടുംബത്തിന്റെ പ്രതാപങ്ങൾ വിളിച്ചോതുന്ന കാഴ്ചകളായി ഇവിടെ നിലനിന്നിരുന്നു. അങ്ങനെ തികച്ചും പ്രസക്തമായിട്ട് തന്നെ തോന്നുന്നു. നമ്മൾ വെള്ളിയാഴ്ച നമ്മുടെ പരിപാടി ആരംഭിച്ചു. നമ്മളിൽ നിന്ന് മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരുടെ ഖബറിടുന്ന തന്നെ ബഹുമാനപ്പെട്ട സ്ഥലം മുദരിസ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരു മൗലീദ് പാരായണം നടത്തുകയുണ്ടായി. ഇതെല്ലാം നമ്മെ വിളിച്ചോതുന്നത് കുടുംബ സംഗമങ്ങൾ ഒട്ടേറെ നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അടിപൊളിയുടെയും അതുപോലെ ഗാനമേളകളും കൂത്തും പാട്ടുമായി നടക്കുമ്പോൾ നമ്മൾ പൂർവ്വപിതാക്കൾ കാണിച്ചു തന്ന മാതൃക അണുവിടെ കൈവിടാതെ അവൻ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ആശാവഹമാണ്. കണ്ടിയിൽ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അബ്ദുറഹിമാൻ കുട്ടി ഹാജിയുടെ 8 മക്കൾ, അതിൽ പുലിയുള്ളംകണ്ടി അഹമ്മദ് കുട്ടി ഹാജി, കണ്ടിയിൽ ബീരാൻ കുട്ടി ഹാജി, തെങ്ങിൻതോട്ടത്തിൽ ആലി കുട്ടി ഹാജി, തച്ചിലപ്പുറത്ത് ഹസൻ കുട്ടി ഹാജി, പിലാശ്ശേരി മുഹമ്മദ് ഹാജി, ഈ 5 ആൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ കുടുംബ സംഗമത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിശാരദന്മാരായ കാരണവന്മാർ, നല്ല ഒരു കാരണവന്മാരുടെ നേതൃത്വം നമുക്കുണ്ട്. അതുപോലെ ചുറുചുറുക്കുള്ള യുവാക്കൾ, എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന യുവാക്കളും നമുക്കുണ്ട്. നമ്മൾ ഒരുമിച്ചാൽ ഇവിടെ കാണുന്ന ഈ ഒരുക്കങ്ങളും നമ്മുടെ ഈ സംഗമവുമെല്ലാം തന്നെ. മൊയ്തു മൗലവിയോടൊപ്പം കണ്ടിയിലെ മൂത്തപുത്രൻ ജയിൽവാസം വരെ അനുഷ്ഠിക്കുകയുണ്ടായി. കാൽനടയായി ഹജ്ജിന് പോയിരുന്നു. ഓർക്കണം നിങ്ങൾ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് കാൽനടയായി പരിശുദ്ധ മക്കയിലും മദീനയിലും പോയി ഹജ്ജ് കർമ്മം നിർവഹിച്ചു വന്ന ഒരു പിതാവായിരുന്നു നമ്മുടെ ആ സമയം ട്രസ്റ്റാണ്. നമ്മുടെ കുടുംബത്തിൽ സമ്പന്നരായ ആളുകൾ. അങ്ങനെ നമ്മൾ ഓരോ കാര്യവും ചെയ്ത് നമ്മുടെ കുടുംബത്തിനെ ഒരു മുഖ്യധാരയിലേക്ക് നയിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കണ്ടിയിൽ അബ്ദുറഹിമാൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിക്കും. കൂടാതെ എല്ലാവരുടെയും ഓർമ്മകൾ സ്പന്ദനങ്ങളായ സുവനീരിലെ അവസാന താളുകളിൽ നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. തീർത്തും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ട ആളുകളാണ് അറിയപ്പെടുന്നത്, പറഞ്ഞു വരുന്നത്. നിങ്ങളെല്ലാവരും വേണ്ടിയാണ് ആ പരിപാടി നമ്മൾ തുടങ്ങിയത്. കൂടുതലായിട്ട് ഇതിന്റെ വിശദമായ ഒരു റിപ്പോർട്ട് ഈ വായിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുടുംബ സ്വാഗതം പറയുകയാണ്. കാലാവധിയുടെ പ്രതീക്ഷിക്കുന്നത്.
بسم الله الرحمن الرحيم آدم وحملناهم في البر والبحر وحملناهم في البر والبحر ورزقناهم منهم وعلى كثير تفضيلا فمن أوتي كتابه بيمينه وإذا لاتخذوك خليلا وإذا لاتخذوك خليلا صدق الله العلي العظيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم إلى أرواح آبائنا وإخواننا وأساتذتنا وإلى أرواح الذين ماتوا من أقربائنا يا رب العالمين ومن في اجتماعنا هذا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അതിശോഭാ സംഗമവേദിയിൽ സ്വാഗതമോദിടുന്നേ. അന്തസ്സും അഭിമാനം നിറഞ്ഞ ഈ സദസ്സിൽ അതിമഹാമാർമകൾ ഇരിക്കും വേദിയിൽ ആദര ബഹുമാന പണ്ഡിതരമേവരിൽ അറിയുന്ന 1000 സ്വാഗതപ്പെട്ട അഹദവനിൽ സ്തുതികളും പാടി അഹമ്മദ് നബിയിൽ സ്വലാത്തുകളോതി അതിശോഭാ സംഗമവേദിയിൽ സ്വാഗതമോദിടുന്നേ. മഹലിന്റെ ഉയർച്ചയ്ക്ക് എന്നുമെന്നും യജ്ഞിക്കും മനുഷ്യരെ നന്മയ്ക്കായി എന്നുമെന്നും ഉണർത്തും മഴയറമുസ്താദരിൽ മറഹബ ചൊരിയും മഹനീയ സംഗമത്തിൽ ജനങ്ങൾ വിടത്തുക അഹദവനിൽ സ്തുതികളും പാടി അഹമ്മദ് നബിയിൽ സ്വലാത്തുകളോതി അതിശോഭാ സംഗമവേദി സ്വാഗതമോദിടുന്നേ. മട്ടത്തിൽ